വിനോദ് സാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യയുമായി എപ്പോഴും റഷ്യയ്ക്കുള്ളത് ഒരു സ്പെഷ്യൽ റിലേഷൻ ആണ് എന്നാണ് പുടിൻ പറയുന്നത്. പുടിൻ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക നടത്തുന്ന താരിഫ് പോലെയുള്ള കാര്യങ്ങൾ അത് റഷ്യയുമായി വ്യാപാര കരാറുള്ള രാജ്യങ്ങൾക്ക് മേലാണെങ്കിൽ അതിന് കൃത്യമായി ട്രംപ് ഉത്തരം പറയേണ്ടി വരും. അമേരിക്ക തന്നെ ഇതിനെ എവിടെയെങ്കിലും വച്ച് വൈകാതെ മീറ്റ് ചെയ്യും എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുടിൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ട്രംപിനുള്ള അമേരിക്കയ്ക്കുള്ള ഒരു ഭീഷണിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ലേ? റഷ്യ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ അല്ലെ ഭാരതത്തെ എന്നും ചേർത്ത് പിടിച്ചിരുന്ന രാജ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മളാണ് കുറച്ചും കൂടെ ഒരു ന്യൂട്രൽ രീതിയിൽ കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് അമേരിക്കയോട് ചെറുതായിട്ടൊന്നൊരു കഴിഞ്ഞാൽ അമേരിക്ക പലപ്പോഴും പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ചൈനയുമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അമേരിക്ക നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പുള്ള അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം ഈ അമേരിക്കയുമായിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ അടുത്തിരുന്നു. ഈ താരിഫ് സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുൻപ് വരെ കഴിഞ്ഞ അതായത് അമേരിക്കയുടെ ഒരു പോളിസി തന്നെയായിരുന്നു. അതിനകത്ത് നമ്മൾ കുറച്ചൊക്കെ ഈൽഡ് ചെയ്ത് കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ പോയിരുന്നു. പക്ഷെ റഷ്യ എന്നും ഇന്ത്യയെ ഒരു വലിയ സൗഹൃദ രാജ്യമായിട്ട് എന്നും കണക്കാക്കിയിരുന്നുള്ളതാണ്. അപ്പോൾ ഓരോ തവണ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലും ഓരോ തവണ ഇന്ത്യക്ക് ഭീഷണികൾ എവിടെ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ, അത് പാകിസ്ഥാനായി നിന്നായിക്കോട്ടെ, ചൈനയിൽ നിന്നായിക്കോട്ടെ, അമേരിക്കയിൽ നിന്നായിക്കോട്ടെ ഉണ്ടാകുമ്പോഴും റഷ്യ അതിൻ്റെ നയം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് ഇന്നലെ, അതായത് 2025 ഒക്ടോബർ 2 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ്, അതായത് സ്പെഷ്യൽ റിലേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്ന സമയമാണ്. അമേരിക്കയുമായിട്ട് ഇന്ത്യക്കെതിരെ താരിഫുകൾ, കയറ്റുമതി ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ നടപടി ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് തുടർച്ചയായിട്ട് ക്രൂഡ് ഓയിൽ അധികമായി ഇറക്കുമതി ചെയ്യുന്നു എന്ന പശ്ചാത്തലത്തിലാണ്. അപ്പൊ അത് റഷ്യക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ദേശീയ താല്പര്യം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടറിയാം. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ എനർജി കൺസംഷൻ രാജ്യമാണ്. എന്ന് വെച്ചാൽ ഊർജ ഉപഭോഗം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ലോകത്ത് 3ാമതാണ്. അതായത് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഊർജം ഉപയോഗിക്കുന്നത്, നമ്മുടെ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ രാജ്യത്തിന്റെ, അതായത് ഇന്ത്യയുടെ വളർച്ചയ്ക്കും വ്യവസായത്തിനും കുറഞ്ഞ വിലയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു അനിവാര്യതയാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. അത് നമ്മുടെ ദേശീയ താല്പര്യമാണ് എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ എന്നത്തെയും വിദേശ നയം, പ്രത്യേകിച്ച് മോദി വന്നതിന് ശേഷമുള്ള വിദേശ നയം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന് പറയും. അതായത് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള പരമാധികാരമുള്ള ഒരു രാജ്യം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ആരുടെയും സമ്മർദ്ദത്തിൽ നമ്മൾ വഴങ്ങില്ല എന്ന് നമ്മൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം ആ പുടിന്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കാൻ. എന്താണ് പുടിൻ പറഞ്ഞത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈസ് ആൻഡ് ബാലൻസ്ഡ് ലീഡർ എന്നാണ്. അസാമാന്യമായ ബുദ്ധിയും ജ്ഞാനവും ഉള്ള ഒരു സമചിത്തതയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവാണ് മോദി എന്നാണ് പുടിൻ ഇന്നലെ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ത്യ ഒരിക്കലും അപമാനം സഹിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കകത്ത് വലിയ സ്വീകാര്യതയാണ് പുടിൻ നൽകിയിരിക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ 50% ഇന്ത്യക്കെതിരെ അടിച്ചിരിക്കുന്ന താരിഫ് അവസാനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടിക്കുമെന്നാണ് ആക്ച്വലി പുടിൻ മുന്നറിയിപ്പ് നൽകി. അതൊരു ഉപദേശ രൂപത്തിലുള്ള ഒരു ഭീഷണിയാണെന്ന് വേണം കരുതാൻ. നമുക്ക് ഈ റഷ്യ ഇന്ത്യ വ്യാപാര ബന്ധം ഒന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. നിലവിൽ നമ്മൾ റഷ്യയും തമ്മിൽ ഒരു വലിയ ട്രേഡ് ഇംബാലൻസ് ഉണ്ട്, അതായത് വ്യാപാര അസമത്വമുണ്ട്. ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറക്കുമതിയും കയറ്റുമതിയും ഏകദേശമൊക്കെ സമാസമം നിൽക്കണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് വളരെ വളരെ കൂടുതലാണ്. അതായത് പ്രധാനമായും നമ്മൾ ക്രൂഡ് ഓയിൽ, വളങ്ങളാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് റഷ്യയിലോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്.
അപ്പൊ അതിന് പരിഹാരമായിട്ട് പുടിൻ പറഞ്ഞ ഒരു വലിയ കാര്യം, പുടിൻ നമ്മളോടല്ല പറഞ്ഞിരിക്കുന്നത്, റഷ്യൻ സർക്കാരിനോടാണ് നിർദ്ദേശിക്കുന്നത്. ഇന്ത്യയുമായിട്ട് കൂടുതൽ വ്യാപാരം നടക്കണം, ഇന്ത്യ വാങ്ങുന്നത് പോലെ ഇന്ത്യയിൽ നിന്നും നമ്മൾ കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങണം, മരുന്നുകൾ വാങ്ങണം, IT സേവനങ്ങൾ വേണം, ഇറക്കുമതി ചെയ്യണം എന്ന് പുടിൻ റഷ്യൻ സർക്കാരിനോടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഈ മേഖലകളിലാണ് അമേരിക്കയിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം അമേരിക്കയിലുമായിട്ടുള്ളൊരു താരിഫ് തർക്കങ്ങൾ, ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ്, ജുവലറി, ഈ നമ്മുടെ മത്സ്യ ഉൽപ്പന്നങ്ങൾ, കടലിൽ നിന്നുള്ള ഭക്ഷ്യങ്ങൾ, ഇതൊക്കെ കയറ്റുമതിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യൻ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഈ പുതിയ അവസരങ്ങൾ ഈ നഷ്ടത്തെ ഭാഗികമായി നമുക്ക് കുറയ്ക്കുവാനായിട്ട് വലിയ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രധാന ഒരു സ്ട്രാറ്റജിയാണ് ഡിപ്ലോമാറ്റിക് ബാലൻസിങ് എന്ന് പറയും. അതായത് അമേരിക്ക ഇന്ത്യയുടെ പ്രധാന, നമുക്ക് അത് നമ്മൾ മറക്കാൻ പാടില്ല, അമേരിക്ക ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ, സാങ്കേതിക, സാമ്പത്തിക പങ്കാളിയാണ്. നമ്മൾ അമേരിക്ക അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ല, കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു പ്രധാന പ്രതിരോധത്തില്, സാങ്കേതിക വിദ്യയില്, സാമ്പത്തിക പങ്കാളിയാണ് അമേരിക്ക. അതേസമയം റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഊർജ, പ്രതിരോധ, ആണവ മേഖലകളിലെ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യ എപ്പോഴും ഒരു മൾട്ടി അലൈൻമെന്റ് പോളിസിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നടത്തുന്നത്. അതായത് പല രാജ്യങ്ങളുമായിട്ട് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബന്ധം, സന്തുലിതമായ ബന്ധം. ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നയമാണ്. ഇന്ത്യ ആരുടെയും സമ്മർദ്ദത്തിൽ ഒരു കാരണവശാലും വഴങ്ങില്ല. അപ്പൊ ഇതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ടും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇന്ത്യയുടെ ഈ നയം ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒന്നും കൂടെ ഊന്നി പറഞ്ഞതാണ് ഈ ഇന്നലെ, അതായത് ഒക്ടോബർ 2-ാം തീയതി മോസ്കോയിൽ ഈ പുടിൻ പറഞ്ഞ കാര്യം. മാത്രമല്ല നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അതൊരു വലിയ നമ്മളോട് ചെയ്യുന്ന ഒരു വലിയ ഈ തോളിൽ കൈയിടുന്നത് പോലെയാണ്. ഡിസംബർ 2025 പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ ചിന്താഗതികൾ, ഈ സങ്കല്പങ്ങൾ, റഷ്യൻ സർക്കാരിനോടുള്ള ഈ പ്രത്യേക വ്യാപാര നിർദ്ദേശങ്ങൾ, ഇത് ആ സന്ദർശന സമയത്ത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയും പിന്നെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? വ്യാപാര ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റഷ്യയുടെ ഈ ഒരു തോളിലുള്ള കൈയിടൽ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഇന്ത്യക്ക് കുറച്ചും കൂടെ ശക്തമായി അമേരിക്കയോട് കാര്യങ്ങൾ പറയുവാനുള്ള കരുത്ത് നൽകും. അതാണ് എൻ്റെ കാര്യം. അപ്പൊ മാത്രമല്ല, നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞു, നമ്മുടെ കയറ്റുമതി ഒരു രാജ്യത്തോട് മാത്രമല്ല, നമുക്കുള്ള ഒരു പ്രധാന പ്രശ്നം പറ്റിയത് നമ്മുടെ കയറ്റുമതിയും ഏകദേശം വളരെ കൂടുതൽ അമേരിക്കയിലോട്ടായിരുന്നു. നമ്മൾ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് റഷ്യയുമായിട്ടും യൂറോപ്പുമായിട്ടും ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ആഫ്രിക്കയുമായിട്ടും ഒക്കെ അതായത് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഒരാൾ വാങ്ങാൻ പാടില്ല, പലരായിട്ട് വരണം. അപ്പൊ ഒരാൾ നിർത്തിയാലും നമുക്ക് വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കയറ്റുമതിയുടെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നമ്മുടെ വിദേശകാര്യ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുന്നതിനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പുടിന്റെ ചേർത്ത് പിടിക്കൽ വളരെ പ്രസക്തമാണ് ഇന്ത്യക്ക് ഈ അവസരത്തിൽ. അതായത് പ്രധാനമായിട്ട് ഈ ലോകം മനസ്സിലാക്കേണ്ട, ഇന്ത്യ ഒരിക്കലും ആരുടെയും സമ്മർദ്ദത്തിന് കീഴടങ്ങില്ല. ഇത് പലവട്ടം നമ്മളിപ്പോൾ തെളിയിച്ചു. അമേരിക്കയോട് പോലും നമ്മൾ ഇത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ താല്പര്യം, സ്വതന്ത്രമായ വിദേശ നയം, നമ്മുടെ സമചിത്തതയുള്ള സന്തുലിതമായ ഡിപ്ലോമസി, ഇതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏരിയകൾ. അപ്പൊ അമേരിക്കയുമായാലും ശരി, റഷ്യയുമായിട്ടായാലും ശരി, നമ്മൾ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്ത്യയുടെ അടിസ്ഥാന നയം. അമേരിക്ക നമ്മളെ ഞെരുക്കുമ്പോൾ റഷ്യയുടെ ഈ സപ്പോർട്ടും ചേർത്ത് പിടിക്കലും നമുക്ക് നമ്മുടെ കാലുകൾ ഊന്നി ഉറച്ചു നിൽക്കുവാൻ വളരെ സഹായകരമാകും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇന്ത്യ പുടിന്റെ ഈ ഒരു കാഴ്ചപ്പാടിനോടും സഹായത്തോടും വാക്കുകളോടും, അതൊരു അമേരിക്കയ്ക്കുള്ള ഭീഷണി എന്നല്ല ഉപകാരി, ഇന്ത്യക്കോടുള്ള ഒരു വളരെ സൗഹൃദപരമായ ഇന്ത്യയെ ചേർത്ത് പിടിക്കലാണ്. അതിന് ഒരുപക്ഷെ ഇന്ത്യൻ ജനത പുടിനോടും റഷ്യയോടും കടപ്പെട്ടിരിക്കണം. ഇതാണ് പ്രധാനമായിട്ട് ഇന്നലത്തെ ആ വാക്കുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
യെസ്, അതാണ്. എന്തായാലും വിനോദ് സാർ പറഞ്ഞതുപോലെ ഇത് ട്രംപിനോടോ അമേരിക്കയോടോ ഉള്ള പുടിന്റെ ഒരു ഭീഷണി എന്നതിനേക്കാൾ ഉപരി ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് ഈ ഒരു അവസരത്തിൽ അമേരിക്ക താരിഫിന്റെ രൂപത്തിൽ, H1B വിസയുടെ രൂപത്തിൽ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യത്തിൽ പുടിനെ പോലെ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനെ പോലെ ഒരാളുടെ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം ചേർത്ത് പിടിക്കലുകൾ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.